താപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷം, മഹാസമാധിക്ക് ശേഷം എങ്ങനെയാണ് തുടർന്ന് മാസ്റ്റർ മഹാശയൻ്റെ പിന്നീടുണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഭവം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിത നിയോഗമായി മാറിയ ഭഗവാന്റെ ആ സംഭാഷണങ്ങൾ, അത് സമൂഹത്തിന് വേണ്ടി നൽകുക എന്നുള്ള ആ ഒരു ഘട്ടത്തിലേക്കാണ്, അതായത് മാസ്റ്റർ മഹാശയൻ്റെ ജന്മനിയോഗത്തിലേക്കാണ് ഇനി പ്രധാനമായിട്ടും ആ ജന്മനിയോഗത്തിൻ്റെ ഒരു സമയമായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നീലാംബർ ബാബുവിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് ശാരദാദേവി ഭഗവാനെക്കുറിച്ച് മാസ്റ്റർ മഹാശയൻ എഴുതിയ ഒരധ്യായം വായിക്കുന്നത്. നീലാംബർ മുഖർജിയുടെ വീട്ടിൽ ശാരദാദേവി ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം മാസ്റ്റർ മഹാശയൻ ഇത് എഴുതിയത്, ഒരു അധ്യായം വായിക്കാനിട വരുന്നത്. 1888 ജൂലൈ 11 ശാരദാദേവി ആദ്യമായിട്ട് മാസ്റ്റർ മഹാശയൻ ഈ എഴുതി വച്ചിരുന്നതിനെക്കുറിച്ചൊരു അധ്യായം, ഒരു ചാപ്റ്റർ എഴുതിയിട്ടുള്ളൂ, അത് വായിച്ച് കേൾക്കുന്നത്. ഭഗവാന്റെ ദേഹത്യാഗത്തിന് 2 വർഷം കഴിഞ്ഞിട്ട്, ദേഹത്യാഗം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ കൂടുതൽ എഴുതാൻ മാതൃദേവി അതോടെ പ്രോത്സാഹിപ്പിച്ചു. ഈ ഒരു അധ്യായം വായിച്ചപ്പോൾ, ആ മാസ്റ്റർ മഹാശയൻ്റെ ആ എഴുതിയ ഒരു അധ്യായം വായിച്ചപ്പോൾ ഇത് കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് മാതൃദേവി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ 1890 മാർച്ച് 15 രണ്ടാമത്തെ അധ്യായം എഴുതി വായിക്കാൻ കൊടുക്കുന്നത്. അപ്പം ആദ്യത്തെ അധ്യായം 88 കൊടുത്തത്. പിന്നെയും 2 വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ അധ്യായം എഴുതി വായിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും സമയമെടുത്തു. അപ്പോൾ മൊത്തത്തിൽ ഏതാണ്ട് 4 വർഷമെടുത്തു 2 അധ്യായം എഴുതാൻ. കാരണം അതിൻ്റെ ഒരു പ്രധാന കാരണം, മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ച് ഇത് എഴുതി പബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യം വന്ന സന്ദർഭത്തിൽ ഈ 4 വർഷമെടുത്തു, അതായത് ഈ 2 വർഷമെടുത്തു ഒരു അധ്യായം എഴുതാൻ. അങ്ങനെ 4 വർഷം കൊണ്ടാണ് 2 അധ്യായം എഴുതുന്നത്. അത് 1890 മാർച്ച് 15 കൂടിയാണ് രണ്ടാമത്തെ അധ്യായം എഴുതി മാതൃദേവിയെ വായിച്ച് കേൾപ്പിക്കുന്നത്. അപ്പോഴാണ് മാതൃദേവി പറഞ്ഞത്, ഇത് പബ്ലിഷ് ചെയ്യണം, ഇത് പ്രസിദ്ധീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം, ഇത് പബ്ലിഷ് ചെയ്യണമെന്ന് മാതൃദേവി പറയുന്നത്. എന്നിട്ടോ പിന്നെയും 2 വർഷം കഴിഞ്ഞ് 1892 ഇത് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ആ കഥാമൃതത്തിൻ്റെയോ അല്ലെങ്കിൽ വചനാമൃതത്തിൻ്റെയോ ഒരു സ്ട്രക്ചറിലല്ല, അന്ന് അങ്ങനെ ഉദ്ദേശിച്ചിരുന്നേയില്ല. പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ 2 അധ്യായം പബ്ലിഷ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അല്ലാതെ ഭഗവാന്റെ ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള വചനാമൃതത്തിൻ്റെയോ അല്ലെങ്കിൽ കഥാമൃതത്തിൻ്റെയോ സമ്പൂർണ്ണ രൂപം മാസ്റ്റർ മഹാശയൻ്റെ സ്വപ്നത്തിൽ പോലും അതില്ല. അതിന് മാസ്റ്റർ മഹാശയൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ 2 അധ്യായമല്ല, കുറച്ച് 10-20 പേജാണ് അതാകെ വരുന്നുള്ളൂ. ഈ 20 പേജ് എഴുതാൻ 4 വർഷം എടുത്തു. അതാണ് സംഭവിച്ചത്. പിന്നീട് ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് പിന്നെ എടുത്തു 2 വർഷം. അപ്പോൾ 6 വർഷം കഴിഞ്ഞിട്ട് 92 ആയപ്പോഴാണ് 20 പേജുള്ള ഒരു ഒരു പാംഫ്ലെറ്റാണത്. ചെറിയൊരു പാംഫ്ലെറ്റാണ് അടിച്ചതെന്ന്, അത് പ്രിൻ്റ് ചെയ്തത്. ഒരു ചെറിയ പാംഫ്ലെറ്റ് 20 പേജേ ഉള്ളൂ. എന്നിട്ട് അതിൻ്റെ ടൈറ്റിൽ ഈ കഥാമൃതമൊന്നുമല്ല, പരമഹംസ ദേവേർ യുക്തി പാർട്ട് 3 എന്നാണ് വെച്ചത്.
പരമഹംസദേവർ യുക്തി പാർട്ട് 3 എന്നാണ് വെച്ചത്. എന്നിട്ട് അതിൻ്റെ സമ്പാദകൻ എന്ന നിലയിൽ കൊടുത്തിരിക്കുന്ന പേര് സാധു മഹീന്ദ്രനാഥ ഗുപ്ത എന്നാണ്. സാധു മഹേന്ദ്രനാഥ ഗുപ്ത സമ്പാദകൻ. അപ്പോൾ ഭഗവാന്റെ ആ വചനാമൃതം, ആ ദിവ്യവാണി മാത്രമാണ് കുറിച്ചത്. ഇന്നത്തെ പോലെ ആ ഡയറി കുറിപ്പ് എന്നുള്ള രൂപത്തിലല്ല. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം വെച്ചിട്ട് ഉപദേശാമൃതം പോലെ. അതുകൊണ്ടാണത് പരമഹംസ ദേവേർ യുക്തി എന്നുള്ള പേരിൽ പാർട്ട് 3 എന്ന് വെച്ചത്. കാര്യം ഇത് പാർട്ട് 3 എന്ന് വെക്കാൻ ഒരു കാര്യമുണ്ട്. ഈ പരമഹംസർ ദേവേർ യുക്തി എന്ന ടൈറ്റില് ഇതിനു മുമ്പ് ഉപയോഗിച്ചതാണ്. അതിൻ്റെ അതായത് 1ഉം 2ഉം ഭാഗം നേരത്തെ പ്രസിദ്ധീകരിച്ചതാണ് പുസ്തക രൂപത്തിൽ. അത് ആദ്യം പ്രസിദ്ധീകരിക്കുന്നത് കേശവചന്ദ്രസേനാണ്. നമ്മൾ കേശവചന്ദ്രസേൻ്റെ കഥ പറഞ്ഞ സമയത്ത് ഇത് പറഞ്ഞതാണ്. അത് 1878 അത് പ്രസിദ്ധീകരിച്ചു. പരമഹംസദേവേർ യുക്തി എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഈ സംഭാഷണങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് 1878 കേശവചന്ദ്രസേനൻ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. പിന്നീട് 87 ഗിരീഷ് ചന്ദ്രസേനാണ് അതിൻ്റെ 2ാമത്തത് പ്രസിദ്ധീകരിച്ചത്. പരമഹംസർ യുക്തി പാർട്ട് 2 പ്രസിദ്ധീകരിക്കുന്നത് കേശവചന്ദ്രസേൻ്റെ അനുയായിയായ ഗിരീഷ് ചന്ദ്രസേനാണ് 1887. അപ്പോൾ 78 കഴിഞ്ഞിട്ട് പിന്നെ 87 അതിൻ്റെ 2ാമത്തെ പാർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. 87 അത് കഴിഞ്ഞാണ് പിന്നെ മാസ്റ്റർ മഹാശയൻ പാർട്ട് 3 എന്നുള്ള നിലയിൽ 1892 പ്രസിദ്ധീകരിക്കുന്നു. 1892. അതുകൊണ്ടാണ് അത് പാർട്ട് 3. അപ്പോൾ ഒരു 20 പേജുള്ളൊരു പാംഫ്ലെറ്റ് മാത്രമാണ്. പക്ഷെ കുടുംബപരമായ തിരക്കുകൾ കാരണം മാസ്റ്റർ മഹാശയന് ഈ ഡയറി കുറിപ്പുകൾ പിന്നീട് വിപുലപ്പെടുത്താൻ സമയം കിട്ടിയില്ല. അതായത് ഇതേപോലെ 20 പേജുള്ള അല്ലെങ്കിൽ ചെറിയ ചെറിയ പാംഫ്ലെറ്റായിട്ട് പ്രസിദ്ധീകരിക്കാനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. അപ്പം ഇതിൻ്റെ കൊച്ചു കൊച്ചു പാർട്ടുകൾ കുറേശ്ശെ എടുത്ത് എഴുതി ഉപദേശാമൃതം എന്നുള്ള നിലയിൽ അത് പ്രസിദ്ധീകരിക്കാനാണ് യഥാർത്ഥത്തിൽ മാസ്റ്റർ മഹാശയന് ഇതിനകത്ത് താല്പര്യമില്ലായിരുന്നു. മറ്റ് നിർബന്ധം കൊണ്ട് സ്വാമിജിയുടെയും ശാരദാദേവിയുടെയും മറ്റ് ഉള്ള പ്രമുഖരായ ആളുകളുടെയൊക്കെ നിർബന്ധം കൊണ്ട് മാസ്റ്റർ മഹാശയൻ ഇതിൻ്റെ അവിടുന്ന് ഇവിടുന്നും കിട്ടിയതെല്ലാം കൂടെ താല്പര്യമുള്ളതെല്ലാം കൂടെ എടുത്ത് പ്രസിദ്ധീകരിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ 1895 നവംബർ 26 അതായത് 1895 അപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നത് 892 പ്രസിദ്ധീകരിച്ചത് ഈ പാംഫ്ലെറ്റ്. പിന്നെയും 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് 1895 നവംബർ 26 മാതൃദേവി ഒരു കത്ത് മാസ്റ്റർക്ക് എഴുതി കമാർപുക്കൂറിൽ നിന്ന്. അപ്പോൾ 1895 മാതൃദേവി കമാർപുക്കൂറിൽ താമസിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു കത്തെഴുതി. അപ്പോൾ ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഈ ഗുണങ്ങളെക്കുറിച്ചാണ്, ഇങ്ങനെ പ്രസിദ്ധീകരിക്കേണ്ട ആവശ്യത്തെക്കുറിച്ചുമൊക്കെയാണ് മാതൃദേവി അത് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മവാദിൻ എന്ന് പറയുന്ന മാഗസീനിൽ 1897 മുതൽ, അതായത് മാതൃദേവി ആവശ്യപ്പെട്ടത് ഇത് തുടർച്ചയായി പ്രസിദ്ധീകരിക്കണമെന്നാണ്. അപ്പോൾ തുടർച്ചയായി പ്രസിദ്ധീകരിക്കാൻ ഇത് പ്രസിദ്ധീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴാണ് ബ്രഹ്മവാദിൻ മാഗസീൻകാർ അത് പ്രസിദ്ധീകരിക്കാം എന്നുള്ള ഒരു കരാറിൽ വരുന്നതും. അങ്ങനെ 1897 മുതൽ പിന്നെ ഇംഗ്ലീഷിലാണത് മാസ്റ്റർ മഹാശയൻ തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അങ്ങനെ പ്രസിദ്ധീകരിച്ച സന്ദർഭത്തിൽ ഇതിൻ്റെ ഓർഡറിലൊന്നുമല്ല, അങ്ങ് എഴുതിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് കാണുന്ന തരത്തിലുള്ള യാതൊരു ഘടനയും അന്നുണ്ടായിരുന്നില്ല. അതിൽ ഓർഡറിലൊന്നുമല്ല. അപ്പോൾ മാസ്റ്റർ മഹാശയൻ്റെ ഓർമ്മയിൽ വന്നതും ഇഷ്ടപ്പെട്ടതുമായ ആ ഡയറി കുറിപ്പ് വെറുതെ മറിച്ചിട്ട് മാസ്റ്റർ മഹാശയൻ്റെ തന്നെ 7-8 ഡയറി കുറിപ്പുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് തുടർച്ചയായിട്ട് എടുത്തിട്ട് ഈ ബ്രഹ്മവാദിൻ മാഗസീനിന് പ്രസിദ്ധീകരിക്കാനായിട്ട് കുറേശ്ശെ കൊടുത്തുകൊണ്ടിരുന്നു. അതിൻ്റെ ഓർഡറിലല്ല. അപ്പം അതിൽ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ വിവേകാനന്ദ സ്വാമി ഇത് കണ്ടിട്ട് മാസ്റ്റർക്ക് ഒരു കത്തെഴുതി. താങ്കൾ ഇത് പ്രസിദ്ധീകരിച്ചതിന് വളരെ നന്ദി.
വിവേകാനന്ദ സ്വാമിയുടെ കത്തിതായിരുന്നു: താങ്കൾ ഇത് പ്രസിദ്ധീകരിച്ചതിന് വളരെ നന്ദി. മുൻപെന്ന പോലെ പാംഫ്ലറ്റായി ഇത് ഇറക്കുകയില്ല എന്ന് കരുതട്ടെ. അപ്പോൾ ഇത് തുടർച്ചയായി വന്നപ്പോൾ വിവേകാനന്ദ സ്വാമി തന്നെ ആ കത്തിലെഴുതി, ഇത് പണ്ട് 20 പേജുള്ള പാംഫ്ലറ്റ് ഇറക്കിയ പോലെ ഇനി ഇത് അങ്ങനെ പ്രസിദ്ധീകരിക്കുകയില്ല എന്ന് കരുതട്ടെ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇതിനെന്തെങ്കിലും പ്രതിഫലം കിട്ടിയാലും ഇല്ലെങ്കിലും ഇത് കണക്കാക്കരുത്. ഇപ്പം ഇത് പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ യഥാർത്ഥത്തിൽ ബ്രഹ്മവാദൻ മാഗസീൻസ് അവർ ഇതിൻ്റെ പ്രതിഫലമൊന്നും, ഇത് എഴുതി കൊടുക്കുന്നതിന് പ്രതിഫലമൊന്നും കൊടുത്തിട്ടില്ല. അത് വിവേകാനന്ദ സ്വാമിക്ക് അറിയാം. അപ്പോൾ ഇത് സൗജന്യ സേവനമായിട്ട് അവർക്ക് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അതറിഞ്ഞുകൊണ്ട് തന്നെ വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ഇതിന് പ്രതിഫലമൊന്നും കിട്ടിയില്ല, കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും അത് ഒന്നും കണക്കാക്കരുത്. കാരണം സൂര്യപ്രകാശം പോലെ ഇത് ഉദിച്ചുയരും. അങ്ങയുടെ ഈ എഴുത്ത് സൂര്യപ്രകാശം പോലെ ഉദിച്ചുയരും എന്ന വാക്കാണ് സ്വാമിജി ഉപയോഗിച്ചത്. ധാരാളം അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നിങ്ങളെ തേടിയെത്തും. ചിലപ്പോൾ ചില വിമർശനങ്ങളും വന്നേക്കാം. അത് ലോകത്തിൻ്റെ രീതിയാണ്. എന്തായാലും ഇത് തന്നെയാണ് സമയം. ഇതാണ് വിവേകാനന്ദ സ്വാമിയുടെ ആ കത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു സംക്ഷിപ്തം. അപ്പോൾ ഇതൊരിക്കലും നിങ്ങളിത് മുടക്കരുത്. ഇത് നിങ്ങൾ ഇന്ന് ഈ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ലോകം മുഴുവനും ഇത് ആസ്വദിക്കുകയും ആ ആനന്ദത്തിൽ നമ്മളെ കൊണ്ട് എത്തിക്കാനും പര്യാപ്തമായ തരത്തിലേക്ക് ഇത് എത്തിച്ചേരും എന്നുള്ള വിവേകാനന്ദ സ്വാമിയുടെ ആ ദീർഘവീക്ഷണം മാർഷൽ മഹാശയന് ശക്തി പകരുകയാണ്. അങ്ങനെയാണ് മാർഷൽ മഹാശയൻ അതിൻ്റെ രണ്ടാമത്തെ തുടർച്ച പ്രസിദ്ധീകരിച്ചപ്പോൾ വീണ്ടും ഇതിൻ്റെ തുടർച്ച രണ്ടാമതും പ്രസിദ്ധീകരിച്ചു. അപ്പോൾ രണ്ടാമത് പ്രസിദ്ധീകരിച്ചപ്പോൾ സ്വാമിജി വീണ്ടും എഴുതി, വളരെ മൗലികമാണ് രചന. നിങ്ങളുടെ ഈ രചനാ ശൈലി മുമ്പൊരിക്കലും ഞാൻ മറ്റൊരിടത്തും വായിച്ചിട്ടില്ല. വിവേകാനന്ദ സ്വാമി അഗാധമായ വായനയുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ മുമ്പ് ഒരിക്കലും ഇങ്ങനെ ഒരു രചന വായിച്ചിട്ടേയില്ല. ശ്രീരാമകൃഷ്ണദേവൻ്റെ സമ്പൂർണമായ രൂപഭാവങ്ങൾ നിങ്ങൾ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതായത് ശ്രീരാമകൃഷ്ണദേവൻ എങ്ങനെയാണ് ആ ശാരീരികമായ ഭാവങ്ങളും അദ്ദേഹത്തിൻ്റെ എല്ലാ ആ ദിവസേനയുള്ള അദ്ദേഹത്തിൻ്റെ ആ ദിനചര്യകൾ, അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൻ്റെ രീതി, അതായത് ഉപദേശം മാത്രമല്ല, ഭഗവാനെ തന്നെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. അതേസമയം സ്വാമിജി വളരെ നല്ലൊരു ക്രിട്ടിക്കായിട്ടാണ് ആ പ്രസിദ്ധീകരിച്ചതിനെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് അവതരണം ഒട്ടും തെറ്റാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളിത് ഭഗവാനെ പൊതുസമൂഹത്തിൽ എങ്ങനെയാണോ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് അത് പരിപൂർണമായും പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന തരത്തിലാണിത് എഴുതിയിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഒരു തരത്തിലും ഒട്ടും തെറ്റ് വരാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ തെറ്റ് വരാതിരിക്കാൻ സ്വാമിജി അത് പറയുമ്പോൾ നമുക്കറിയാം, ഭഗവാൻ ഇത് നേരത്തെ മനസ്സിലാക്കി തെറ്റുകളെല്ലാം തിരുത്തി ശരിയാക്കി കൊടുത്തതാണ് ഈ കുറിപ്പുകൾ. അപ്പോൾ അതുകൊണ്ട് ആ തെറ്റ് വരില്ല. അപ്പോൾ അത്രയും ക്ലാരിറ്റിയോടുകൂടി വളരെ ഷാർപ്പായിട്ട് അത്രയും വിശ്വാസയോഗ്യമായ തരത്തിലുള്ള സന്ദർഭങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് മാസ്റ്റർ മഹാശയൻ്റെ രചന സ്വാമിജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു. അങ്ങനെ നിങ്ങളുടെ എഴുത്ത് എത്രമാത്രം ഞാൻ ആസ്വദിച്ചു എന്ന് വാക്കുകൊണ്ട് പറയാനാവില്ല. അത് അതിനും അപ്പുറമാണ്. സ്വാമിജി ഇത് വളരെ സുദീർഘമായിട്ടാണ് ഇതിനെ പ്രകീർത്തിക്കുന്നത്. ഭാഷ അത്രമേൽ മനോഹരം. നമുക്കും അറിയാം, നമ്മളും ഇത് ആസ്വദിക്കുന്നതുകൊണ്ട് സ്വാമിജി പറഞ്ഞ ആ വാക്കുകളൊക്കെ എത്ര ശരിയാണെന്നുള്ളതിന് നമുക്കും അറിയാം. ഭാഷ അത്രമേൽ മനോഹരം. മാത്രമല്ല പുതിയ അനുഭവം. സ്വാമിജി അതാണ്, ഇതിനു മുമ്പ് ഒരിക്കലും ഇത്രയോ പുസ്തകങ്ങൾ, സ്വാമിജിയുടെ വായന എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള വായനയാണെന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ വായിക്കുന്ന പോലെ ഈ പേജ് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ്, പേജ് ബൈ പേജ് അല്ല സ്വാമിജി വായിക്കുന്നത്. സ്വാമിജി സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് പേജ് സ്കാൻ ചെയ്തു പോകും. അങ്ങനെ സ്കാൻ ചെയ്ത് പോയാൽ സ്വാമിജിക്ക് അത് ഹൃദിസ്ഥമാവുകയും ചെയ്യും.
ആ പുസ്തകം മുഴുവനും നിമിഷാർദ്ധം കൊണ്ട് വായിച്ചു എന്ന് നമ്മൾ പറയുന്നില്ല, നോക്കിപ്പോയിട്ട് അത് ആരോടെങ്കിലും പറയേണ്ടി വന്നാൽ അത് മുഴുവൻ അക്ഷരം തെറ്റാതെ അല്ലെങ്കിൽ ആ വരി തെറ്റാതെ കൃത്യമായിട്ട് സ്വാമിജി പറയും. സ്വാമിജിയുടെ ഒരു അനുഭവം അതിനെക്കുറിച്ച് എഴുതിയത് ചിക്കാഗോ പ്രസംഗത്തിൻ്റെ സമയത്താണ്. അപ്പോൾ സ്വാമിജി ആദ്യം ആ പ്രസംഗത്തിൽ എഴുന്നേറ്റ് നിന്ന് ആ വലിയ ജനാവലിയെ നോക്കിക്കൊണ്ട് മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് പറയുന്നത് വരെയേ സ്വാമിജി ഉണ്ടായിരുന്നു അവിടെ സജീവമായി. ആ സ്വാമിജിക്ക് അത്രേ പറയാൻ പറ്റും. അത് കഴിഞ്ഞ് പറയണം. ഇനി അത് കഴിഞ്ഞ് പറയുന്നതിനെ സംബന്ധിച്ച് അത് സ്വാമിജി തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് അന്ന് കൽക്കട്ടയിലിരിക്കുന്ന എഴുതിയ ആ സ്ക്രിപ്റ്റുകളെ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് സ്വാമിജിക്ക് അത് മറിച്ചു വായിക്കാൻ സാധിച്ചു എന്ന് സ്വാമിജി തന്നെ പിന്നീട് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ആ ഒരു കാഴ്ച, ആ പുസ്തകങ്ങളെ, ആ എഴുത്തുകളെ, സ്വാമിജി തന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ, എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളെ എല്ലാം തന്നെ ആ മനക്കണ്ണുകൊണ്ട് അങ്ങ് വിദൂരത്തിൽ അമേരിക്കയിൽ നിന്നുകൊണ്ട് പ്രസംഗ പീഠത്തിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തെ മുഴുവൻ അഭിസംബോധന ചെയ്യാൻ നോക്കിക്കൊണ്ട് നിൽക്കെ സ്വാമിജിയുടെ കണ്ണുകളിൽ അമേരിക്കയില്ല, അവിടെ ഇരിക്കുന്ന സദസ്സില്ല, ഒന്നുമില്ല. പിന്നെ കാണുന്നത് കൽക്കട്ടയിലിരിക്കുന്ന ഈ എഴുത്തുകളിലൂടെ സ്വാമിജിയുടെ കണ്ണുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഭഗവാനാണത് പറഞ്ഞത്. ഭഗവാൻ തന്നെയാണ് സ്വാമിജിയുടെ കണ്ഠത്തിലൂടെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ടാണ് കാലങ്ങൾ ഇത്ര പിന്നിട്ടും ചിക്കാഗോ പ്രസംഗം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആവേശപൂർവം ജനം അത് ഏറ്റെടുക്കുന്നത് ആ ഭഗവത് വാണി തന്നെയായിരുന്നു. അതായിരുന്നു സ്വാമിജി ഇവിടെ അതാണ് സൂക്ഷിപ്പിച്ചത്. സ്വാമിജി പറഞ്ഞ ഇതൊരു പുതിയ അനുഭവമാണ്. സ്വാമിജി ഒരിക്കലും ഇതുവരെ വായിച്ചിട്ടില്ലാത്ത, ഇതുവരെ അനുഭവിക്കാത്ത ഒരു പുതിയ അനുഭവമാണ് മാസ്റ്റർ മഹാശയൻ്റെ കൃതികളിലൂടെ, ആ എഴുത്തിലൂടെ അതുമല്ല വളരെ വ്യക്തവുമായിരുന്നു എന്നാണ്. മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കാര്യം യാതൊരു ക്ലീശയുമില്ല, യാതൊരു ആധ്യാത്മിക വിഷയങ്ങൾ ഇത്ര ലളിതമായിട്ട് ഒരിടത്തും വായിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സ്വാമിജി പറയുന്നു. ഈ സ്വാമിജി ഇത് ഓരോന്ന് പറയുമ്പോഴും നമ്മളത് അനുഭവസ്ഥർ കൂടി ആയതുകൊണ്ട് ഓരോന്നും ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത, അക്ഷരം വായിക്കാത്ത ആളുകൾക്ക് പോലും, ആധ്യാത്മികമായി യാതൊരു അറിവുമില്ലാത്തവർക്ക് പോലും ഭഗവാന്റെ ഉദാഹരണങ്ങൾ വളരെ കൃത്യമാണ്. അമ്മ മക്കൾക്ക് മീൻ വെച്ചാൽ 4 തരത്തിൽ വെക്കുമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആരും ഈ ലോകത്തില്ല. അതാണ് അതിനകത്തെ പ്രത്യേകത. അപ്പം അത്രയും ലളിതമാണ് ഭഗവാന്റെ ഓരോ അവതരണ ശൈലി. അതാണ് സ്വാമിജി പറഞ്ഞത് ഇത്രയും മനസ്സിലാക്കാൻ എളുപ്പം. അതേക്കുറിച്ച് ശരിയായ ആസ്വാദനം പറയാൻ ഞാൻ അശക്തനാണ്. അതായത് ആ കൃതി, ആ എഴുത്തിനെ കുറിച്ച് ഇനി എന്തെങ്കിലും പറയാൻ ഞാൻ അശക്തനാണ് എന്ന് സ്വാമിജി പറയണം. പക്ഷേ ഒരു കാര്യം പറയാം, ഒരു വിമാനത്തിലെന്ന പോലെ അതെന്നെയും വഹിച്ചു കൊണ്ടുപോകുന്നു. അത് വായിക്കുമ്പോൾ ഒരു വിമാനത്തിലെന്ന പോലെ, ഒരാകാശത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെ ആ ഭഗവാന്റെ കാലങ്ങളിലേക്ക്, ആ സന്ദർഭങ്ങളിലേക്ക്, ആ ഓർമ്മകളിലേക്ക് ഒരു വിമാനത്തിലെന്ന പോലെ എന്നെ എടുത്ത് സഞ്ചരിപ്പിക്കുന്നു എന്ന് സ്വാമിജി. ഇതും നമുക്ക് ബോധ്യമാണ്. ആ കാലഘട്ടം തിരിച്ചറിയാത്ത, ആ നാട് കാണാത്ത, ഇതൊന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടാനുള്ള യാതൊരു വിധത്തിലുള്ള എക്സ്പീരിയൻസും ഇല്ലാത്ത നമ്മൾ പോലും 1882 ഫെബ്രുവരി 26 എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നമ്മളുടെ മുമ്പിൽ ഇത് ഒരു സിനിമയിൽ എന്ന പോലെ ആ ചിത്രം തെളിയുകയാണ് ചെയ്യുന്നത്. നമ്മളും അവിടെയാണ്. ആ ഒറ്റ വാക്കുകൊണ്ട് 1882 ഫെബ്രുവരി 26 എന്ന് പറയുന്നതോട് കൂടി നമ്മളത് വായിക്കുന്നതിന് മുമ്പേ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു. ആ അവിടുത്തെ ആ ക്ഷേത്രത്തിൻ്റെ മണിനാഥവും ആ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ അറിയാതെ നമുക്ക് ചുറ്റും ദക്ഷിണേശ്വരം രൂപപ്പെട്ട് കഴിയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുള്ള എല്ലാം മറന്നു. അപ്പോൾ സ്വാമിജി എത്രമാത്രമായിരിക്കും അത് ആസ്വദിച്ചിരിക്കുക. സ്വാമിജി അവിടെ ജീവിച്ച ആളാണ്. ആ ജീവിച്ച ചുറ്റുപാടുകളെയാണ് മാസ്റ്റർ മഹാശയൻ റീക്രിയേറ്റ് ചെയ്ത് സ്വാമിജിയുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത്. മാസ്റ്റർ മഹാശയനും അത് റീക്രിയേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്, നമുക്കറിയാം. എന്നിട്ട് സ്വാമിജി അതിനകത്തൊരു എക്സ്പ്രഷൻ കൊടുക്കുകയാണ് ആ കത്തിൽ അവസാനം. ഇതൊരു വിചിത്രമായ സംഭവമല്ലേ എന്ന്. കാര്യം ഇത് ഊഹിക്കാൻ പോലും പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒന്ന് ചിന്തിക്കാനേ പറ്റില്ല.
അപ്പോൾ ആ ഒരു കാലഘട്ടവും കൂടെ നോക്കണം. ഒരു വിഷ്വൽ റൈറ്റിങ്ങിൻ്റെ യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ എഴുത്ത്. അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് നമുക്കിതൊക്കെ അറിയാം. കാര്യം ഇന്ന് വിഷ്വൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ എല്ലാവരും അത് പരിചയപ്പെട്ട് കഴിഞ്ഞ ഒരു ആർട്ട് ഒരു റൈറ്റിംഗ് ഫോമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിഷ്വൽ മീഡിയാസൊക്കെ സിനിമയൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ വിഷ്വലി റൈറ്റിംഗ്, തിരക്കഥ, സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന ഒരു സാങ്കേതികത്വം വളർന്നു വന്നപ്പോൾ ഇന്ന് നമുക്ക് ഓരോ കാര്യങ്ങളും അത് മറ്റൊരാളുടെ മുമ്പിൽ എത്തിക്കാൻ അക്ഷരങ്ങളിലൂടെ എങ്ങനെ എഴുതാമെന്ന് പ്രാക്ടീസ് കിട്ടിയ ആളുകൾ ധാരാളമുണ്ട്. ധാരാളം പുസ്തകങ്ങളുണ്ട്, ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ ഇത് 150 വർഷം മുമ്പ് ലിറ്ററേച്ചർ പോലും ഡെവലപ്പ് ചെയ്യാത്ത ഒരു കാലഘട്ടത്തിൽ, ഭാഷ പോലും ഡെവലപ്പ് ചെയ്തിട്ടില്ല നേരെ ചൊവ്വേ. ആ സന്ദർഭത്തിലാണ് ഇത്തരമൊരു വിഷ്വൽ റൈറ്റിംഗ് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്ക്രീൻ പ്ലേ പോലെ. ഒരു സ്ക്രീൻ പ്ലേ ഇത്രയും കൃത്യമായിട്ട് തന്നെയാണ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് എഴുതുന്നവർ അത് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഒരു രീതിയെക്കുറിച്ച്. അപ്പോൾ ആ തരത്തിൽ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു നിമിഷം ഞാൻ ഇവിടെ ലൈറ്റ് പോയി, ലൈറ്റിൻ്റെ അതും തരുമോ? അത് ഇത് പോയാ ലൈറ്റ് പെട്ടെന്ന് പോയതുകൊണ്ടാണ്. അപ്പോൾ എന്നിട്ട് എവിടെ വരെ അപ്പോൾ ഇത് വിചിത്രമായിരിക്കുന്നു അല്ലേ എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഗുരുവും ഈശ്വരനും ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നു. നമ്മുടെ ഗുരുവും ഈശ്വരനും ശ്രീരാമകൃഷ്ണദേവൻ ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നു. കാരണം ഇപ്പോൾ ഇത് റിയാലിറ്റിയിലേക്ക് ഇത് വന്നിരിക്കുകയാണ്. ഇനിയുള്ള ഈ ഭൂമിയിൽ ഇനിയുള്ള കാലം മുഴുവൻ ഇതൊരു റിയാലിറ്റി ആയിട്ട് ഇനി നിലനിൽക്കാൻ പോകുന്നു. ആ ബോധത്തിലായിരിക്കണം നമ്മളും എന്ന് മാസ്റ്റർ മഹാശയനോട് തിരിച്ചു പറയുകയാണ് ചെയ്യുന്നത് സ്വാമിജി. ആ ബോധം നമ്മിലുണ്ടായിരിക്കണം. കാര്യം ഭഗവാൻ നമ്മുടെ ഗുരുവും ഈശ്വരനും ഒരു യാഥാർത്ഥ്യമാണ് എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. ഇത് മാസ്റ്റർ മഹാശയനോട് പറയുമ്പോൾ നമ്മളും കൂടെ അതിനകത്ത് ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒന്നുമല്ല. അങ്ങനെ നമുക്കൊരു ബോധ്യം വന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ ഒന്നുമല്ല. അതായത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വാമിജി പറഞ്ഞ അന്തരംഗ ശിഷ്യന്മാരെ കുറിച്ചാണ്. ആരും ഇതിന് ശ്രമിക്കേണ്ടതില്ല എന്നതിൻ്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. അതാണ് കാര്യം. ഇത് ശാരാൻ സ്വാമികളൊക്കെ ശ്രമിക്കാൻ തുടങ്ങിയ സമയത്ത് അതൊക്കെ ഒഴിവാക്കിയതാണല്ലോ. അപ്പോൾ മറ്റാരും ഇതിനു വേണ്ടി ശ്രമിക്കേണ്ടതില്ല എന്ന് ഭഗവാൻ നിഷ്കർഷിക്കാനുള്ള കാരണം, അങ്ങനെ ആരെങ്കിലും ഇത് എഴുതിയിരുന്നുവെങ്കിൽ ഒരിക്കലും ഇതുപോലെ ആകുമായിരുന്നില്ല. ഈ ജീവിതത്തെ ഇങ്ങനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റില്ലായിരുന്നു. അതാണ് സ്വാമിജി പറഞ്ഞത്. ഇത് നിങ്ങൾക്കായി മാത്രം നീക്കിവെച്ച ജോലിയാണ്. ഭഗവാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. സ്വാമിജി പറഞ്ഞ വാക്കാണ്. ഭഗവാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഭഗവാൻ നീക്കിവെച്ച ജോലിയാണ്. എത്ര മനോഹരമായിട്ടാണ് സ്വാമിജി അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപാരമാണ് സ്വാമിജിയുടെ ആ ഒരു അവതരണം. ആ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഇത്രയും വായിച്ചാൽ മതി നമുക്ക് വചനാമൃതം എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് പറയാൻ. സ്വാമിജിയുടെ ഈ ഇത്രയും ഭാഗം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഭഗവാനെക്കുറിച്ചുള്ള ഈ ലഘുലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ ബംഗാളിലെ ഒരു പ്രശസ്തനായ നിരൂപകൻ തത്വമഞ്ജരി എന്ന ഒരു മാസികയിൽ എഴുതി. ഇത് അവിടെ ബംഗാളിലുള്ള മറ്റൊരു മാഗസീനിൽ തത്വമഞ്ജരി, അതിലൊരു പ്രശസ്തനായ ബംഗാളി നിരൂപകൻ എഴുതി, മാസ്റ്റർ മഹാശയൻ എന്തുകൊണ്ട് ഇതൊരു ഗ്രന്ഥമായി പ്രസിദ്ധീകരിക്കുന്നില്ല? ആ നിരൂപകൻ ചോദിച്ചതാണ്. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ഈ റൈറ്റപ്പ് വന്നപ്പോൾ ഇത് പല ആവർത്തി ഇതിനകത്ത് വന്നല്ലോ.
ലക്കം ലക്കമായിട്ട് വന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ടാണ് ഇത് ഒരു ഗ്രന്ഥം എന്നുള്ള നിലയിൽ, ഒരു സമ്പൂർണ്ണ ഗ്രന്ഥം എന്നുള്ള നിലയിൽ ഇതെന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് ഈ നിരൂപകൻ ചോദിച്ചു. എന്നിട്ട് മാത്രമല്ല, അദ്ദേഹം എന്തിനാണ് ഇത് ഇംഗ്ലീഷിൽ എഴുതിയത്? ഇതാണ് നിരൂപകൻ്റെ ചോദ്യം. ഇത് ഇംഗ്ലീഷിലാണ് എഴുതി പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ എന്തിനാണ് അദ്ദേഹം ഇത് ഇംഗ്ലീഷിൽ എഴുതിയത്? അപ്പോൾ ബംഗാളിയിലല്ലേ ഇത് എഴുതേണ്ടത്? ആ നിരൂപകൻ ആദ്യമായി ഇതിന് അങ്ങനെ ഒരു ബോധ്യത്തിലേക്ക് മാർഷമഹാശയനെ കൊണ്ടുവരുന്നത് ഈ നിരൂപകനാണ്. ഇത് ബംഗാളിയിലല്ലേ എഴുതേണ്ടത്? ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഇത്തരം ആത്മീയ തത്വങ്ങളുടെ ഗഹനത നഷ്ടപ്പെടുമെന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ നിരൂപകൻ തന്നെ പറഞ്ഞു, ഇത് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം നമുക്കില്ല. കാര്യം ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഈ ആധ്യാത്മികതയുടെ ഗഹനത മുഴുവനും നഷ്ടപ്പെടില്ലേ? അത് ശരിയാണ്. ഇംഗ്ലീഷിലേക്ക് ഭഗവാന്റെ ലാംഗ്വേജിൽ നിന്ന് ഇത് ഇംഗ്ലീഷിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ ആ ഭഗവാൻ ഉപയോഗിച്ച പലതും ഇതിൽ നിന്ന് നഷ്ടമായി പോകും. അത് സ്വാഭാവികമാണ്. ഭഗവാൻ ഉപയോഗിച്ച ആ മാതൃഭാഷയിൽ, ഭഗവാന്റെ മാതൃഭാഷ കൊണ്ട് ഉപയോഗിച്ച ആ വാക്കുകൾ നൽകുന്ന ഒരർത്ഥം ഒരിക്കലും ഇംഗ്ലീഷിലേക്ക് മാറുമ്പോൾ കിട്ടില്ല. അത് മാറ്റം വരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആ നിരൂപകൻ ചോദിച്ചത്, എന്തിനാണ് ഇത് ഇംഗ്ലീഷിലേക്ക് എഴുതാൻ കാരണം? അത് ബംഗാളിയിൽ തന്നെയല്ലേ എഴുതേണ്ടത്? ആ നിരൂപകനാണ് പറഞ്ഞത്, ഇത് ഭഗവാന്റെ ഭാഷയല്ലേ ബംഗാളി, ഇത് ഭഗവാൻ ബംഗാളിയിലല്ലേ പറഞ്ഞത്, ഇതെന്തിനാണ് നിങ്ങൾ ഇംഗ്ലീഷിലേക്ക്? അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താണ് എഴുതിയത്. അതുകൊണ്ടാണ് നിരൂപകനായി ചോദിച്ചത്. ഇതിൻ്റെ ഒറിജിനൽ ബംഗാളി തന്നെയാണ് കുറിച്ച് വച്ചിരിക്കുന്നത്, എന്നിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അത് അന്നത്തെ കാലത്തെ ആ ഇംഗ്ലീഷ് ആധിപത്യത്തിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാം, കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് വായിക്കണം എന്നുള്ള താല്പര്യം കൊണ്ടായിരിക്കാം. അല്ലാത്ത നിരക്ഷരരായ അവരുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അത് ബംഗാളിയിൽ എഴുതിയതുകൊണ്ട് വായിക്കപ്പെടാൻ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അത് വായിക്കപ്പെടുകയുള്ളൂ എന്നുള്ള ബോധ്യം കൊണ്ടാണ്. അതുകൊണ്ട് അപ്പോൾ മാർഷമഹാശയൻ അത് സൂചിപ്പിക്കുകയും ചെയ്തു ഈ നിരൂപകൻ്റെ അടുത്ത്. ഇംഗ്ലീഷിലാകുമ്പോൾ നമ്മുടെ ആളുകൾക്കെല്ലാം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഇംഗ്ലീഷിലാകുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന്, ഈ നിരൂപകൻ ചോദിച്ചു. ഈ ഇംഗ്ലീഷിലാവുമ്പോൾ ഇത് നമ്മുടെ ആളുകൾക്ക്, ബംഗാളികൾക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് നിരൂപകൻ മാർഷമഹാശയനോട് ചോദിച്ചു. എന്തായാലും ഈ നിർദ്ദേശം മാർഷമഹാശയൻ ഉൾക്കൊണ്ടു. ആ വിമർശനം അത് മാർഷമഹാശയൻ ഉൾക്കൊണ്ടിട്ട് അങ്ങനെയാണ് ഇത് ബംഗാളിയിൽ തന്നെ പ്രസിദ്ധീകരിക്കാൻ ആരംഭിക്കുന്നത്. ആ നിരൂപകൻ്റെ നിർദ്ദേശം വന്നതിന് ശേഷമാണ്. അപ്പം ഭഗവാന്റെ സ്വന്തം ഭാഷയിൽ വായനക്കാർക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നത്, അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ ആദ്യം അഭിനന്ദിച്ചത് മാതൃദേവിയാണ്. ഭഗവാന്റെ സ്വന്തം ഭാഷയിൽ. അത് നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. മാതൃദേവി ഇത് വായിച്ചിട്ട് ആദ്യം പറഞ്ഞത് ഇത് ഭഗവാൻ പറയുന്ന ഭാഷയാണ്. കാരണം മാസ്റ്റർ മഹാശയൻ ഒരിക്കലും ഭഗവാന്റെ സ്ലാങ്ങിലേക്ക് പോകാൻ അറിയില്ല. കാരണം അദ്ദേഹം കൽക്കട്ടക്കാരനാണ്. അപ്പോൾ നമ്മളിത് നേരത്തെ പറഞ്ഞെന്താണ് തോന്നുന്നത് അല്ലേ? കണ്ണൂരിലിരിക്കുന്ന ഒരു മലയാളം തിരുവനന്തപുരത്തിരിക്കുന്ന ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല, എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെയാണ് കൽക്കട്ടയിലിരിക്കുന്ന മാസ്റ്റർ മഹാശയന് ഒരു കാരണവശാലും ബാക്കുറ ഡിസ്ട്രിക്റ്റിലെയോ അല്ലെങ്കിൽ കമാർപുക്കൂറിലെയോ ഭാഷ ഉപയോഗിക്കാൻ പറ്റില്ല. ഭഗവാൻ കൽക്കട്ടയിലായിരുന്നപ്പോഴും തൻ്റെ ആ ലീലാ കാലഘട്ടം മുഴുവൻ സംസാരിച്ചത് കമാർപുക്കൂർ ഭാഷയിലാണ്, അവിടുത്തെ ബംഗാളി ഭാഷയിലാണ്, അല്ലാതെ കൽക്കട്ടക്കാരുടെ ഭാഷയിലേ അല്ല. അതുകൊണ്ടാണ് ഈ ഉദാഹരണങ്ങളും എല്ലാം നാടൻ ഇതൊക്കെയാണ് കയറി വന്നത്. അല്ലെങ്കിൽ കിളയ്ക്കുന്നതും വെള്ളം കൊണ്ടുവരുന്നതും ഒക്കെ പറഞ്ഞത്. എന്തിനധികം ഈ മറ്റേ കുളത്തിൻ്റെ കരയിൽ രാവിലെ വെളിക്കിറങ്ങാനിരിക്കുന്ന കാര്യമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളിൽ കയറി വരുന്നത്. അപ്പോൾ എല്ലാം നാടിൻ്റെ ഭാഗമായി അദ്ദേഹം ഉപയോഗിച്ച ഇമേജറീസ് മാത്രമേ അദ്ദേഹം സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ശാരദാദേവി പറഞ്ഞത് ഇത് ഭഗവാന്റെ ഭാഷയിൽ ഭഗവാൻ നേരിട്ട് പറയുന്ന പോലെ അതേ സ്ലാങ്ങിൽ മാസ്റ്റർ മഹാശയൻ അത് എഴുതാൻ കഴിഞ്ഞു. സംഭാഷണ രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെയാണ് പ്രത്യേകത. അല്ലാതെ ഒരു ഗഹനമായ ഒരു ഗ്രന്ഥം രചിക്കുന്ന പാണ്ഡിത്യം നിറഞ്ഞ എഴുത്തിലല്ല. അത് സാധാരണ കൊളോക്കിയൽ സംസാര ഭാഷയിൽ ഒരു നാടകം പോലെയാണ് അത് എഴുതിപ്പോയിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ മാതൃദേവി മാസ്റ്റർക്ക് അയച്ച കത്തിൽ പറയുന്നത് അത് ജയറാംപാടിയിലായിരുന്നപ്പോഴാണ്. 1897
ജൂലൈ 4-നാണ് ആ കത്ത് മാതൃദേവി എഴുതിയത്. അന്ന് മാതൃദേവി ജയറാം പാട്ടിയിൽ താമസിക്കുമ്പോഴാണ്. എൻ്റെ കുഞ്ഞെ, ഈ കേട്ടെഴുതിയതെല്ലാം ശരിയാണ്, ഒട്ടും പേടിക്കണ്ട ഇത് പ്രസിദ്ധീകരിക്കാൻ. ഈ എഴുതിയിരിക്കുന്ന മുഴുവൻ ശരിയാണ്. ഒരിക്കൽ ഭഗവാൻ ഈ ഉപദേശങ്ങളെല്ലാം നിൻ്റെ സമക്ഷം തന്നിട്ട് പോയതാണ്. ഭഗവാൻ നിന്നെ ഏൽപ്പിച്ചതായത്. ഈ ഉപദേശങ്ങൾ നിൻ്റെ സമക്ഷം തന്നിട്ട് പോയതാണ്. അതിപ്പോൾ എല്ലാവർക്കും ലഭിക്കത്തക്ക വിധം പുറത്തു വന്നിരിക്കുന്നു. ഭഗവാന്റെ വാക്കുകളെല്ലാം കൃത്യമായി എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് മുമ്പ് ഞാൻ കയ്യെഴുത്ത് പ്രതി വായിച്ചപ്പോൾ ഭഗവാൻ നേരിട്ട് വന്ന് പറയുന്ന പോലെയാണ് തോന്നിയതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ. കയ്യെഴുത്ത് പ്രതി ശാരദാദേവി ആദ്യം വായിച്ച് കേൾപ്പിച്ചപ്പോൾ തന്നെ ശാരദാദേവി അത് പറഞ്ഞു. ഇത് ഭഗവാൻ നേരിട്ട് വന്ന് പറയുന്ന പോലെയാണ് തോന്നിയത്. അപ്പോൾ അത് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. അതോടെ മാസ്റ്റർ മഹാശയനും വളരെ ഉത്തേജിതനായി. ശ്രീരാമകൃഷ്ണ കഥാമൃതം വിപുലപ്പെടുത്തി പല ബംഗാളി പ്രസിദ്ധീകരണങ്ങളിൽ. അപ്പോൾ പിന്നെ ഈ ഉത്തേജനം വന്നപ്പോൾ സംഭവിച്ചത്, ഇത് ഒന്നിലേറെ, അതായത് 18 ബംഗാളി പ്രസിദ്ധീകരണങ്ങളിൽ ഒരേ സമയം പ്രസിദ്ധീകരിച്ചു. 18 എണ്ണമാണ്. 18 ബംഗാളി പ്രസിദ്ധീകരണങ്ങളിൽ ഇത്. അപ്പോൾ 18 ബംഗാളി പ്രസിദ്ധീകരണങ്ങളിൽ ഒരേ സമയം കഥാമൃതത്തിൻ്റെ ഈ ടെക്സ്റ്റ് കംപ്ലീറ്റ് പല ഭാഗം. അപ്പോൾ ഒന്നിലുള്ളതല്ല മറ്റൊന്നിൽ. ഇതിപ്പോൾ എല്ലാം ക്രോഡീകരിച്ചിട്ടില്ല. ഓരോ 18 പേർക്കും 18 അധ്യായങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നിൻ്റെ കണ്ടിന്യൂവേഷൻ ആർക്കും കിട്ടില്ല, മുഴുവൻ വായിക്കണം. ഈ 18 മാഗസീനും വായിക്കുന്നവർക്ക് ഇതെല്ലാം അറിയാൻ പറ്റുള്ളൂ. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു തമാശയായിട്ട് അന്ന് കണ്ടത്. അതായത് 18 മാഗസീനുകളിൽ 18 ബംഗാളി പ്രാദേശിക മാഗസീനുകളിൽ ബംഗാളി ഭാഷയിൽ ഒരേ സമയമാണ് പ്രസിദ്ധീകരിച്ചത്. പലയിടത്തും പലതായിട്ടാണ്, അല്ലാതെ പല അധ്യായങ്ങൾ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ഓരോരുത്തർക്കായിട്ട് കിട്ടുന്നതാണ് ചെയ്തത്. അപ്പോൾ ഈ തരത്തിലാണ് ഇതിൻ്റെ ഒരു പ്രസിദ്ധീകരണം നടന്നത്. എന്നിട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ ഭാഗങ്ങൾ പിന്നീട്, അപ്പോൾ ഇങ്ങനെ ഈ 18 എണ്ണത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ ഇത് സ്കാറ്റേഡായിപ്പോയി. ആർക്കും ഇതിൻ്റെ സമ്പൂർണ്ണത കിട്ടാൻ ഒരു മാർഗ്ഗവുമില്ല. കാരണം അല്ലെങ്കിൽ 18 വായിക്കാൻ പോകണം. അത് സാധ്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ത്രികുണാനന്ദ സ്വാമികളാണ് ഇത് അങ്ങനെ ഒരു ആശയം പറഞ്ഞു. ഇതിങ്ങനെ 18 മാഗസീനിൽ ഒരേ സമയത്ത് എഴുതാൻ തുടങ്ങിയാൽ ഇത് ആർക്കും പ്രയോജനമില്ലാതെ പോകും. അതുകൊണ്ട് നമുക്കിത് ക്രോഡീകരിക്കണം എന്ന് ത്രികുണാനന്ദ സ്വാമികൾ പറഞ്ഞു. അപ്പോൾ ത്രികുണാനന്ദ സ്വാമികളാണ് പിന്നീട് മാസ്റ്റർ മഹാശയനെ പിടിച്ച് അടുത്തിരുത്താൻ കാരണം ഈ എഴുതിയിരിക്കുന്ന ഒന്നും ഓർഡറിലല്ല. പലയിടത്തും പല ദിവസം പല തീയതി പല സന്ദർഭത്തിൽ ഒന്നിനൊരു ഓർഡറില്ല. അപ്പോൾ അതുകൊണ്ട് ദിവസങ്ങളോളം ഡേ ആൻഡ് നൈറ്റാണ് ത്രികുണാനന്ദ സ്വാമി മാസ്റ്റർ മഹാശയനെ അടുത്തിരുത്തി ഈ പ്രസിദ്ധീകരിച്ച മാഗസീൻ എല്ലാം കൊണ്ടുവന്നു. അന്ന് ഉദ്ബോധനയിലേക്കാണ് അത് കൊണ്ടുവന്നത്. ഈ പലയിടത്തു നിന്നുള്ള മാഗസീൻസ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഇതെല്ലാം അതിൻ്റെ ഓർഡറിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചു മാസ്റ്റർ മഹാശയൻ. ഇതൊക്കെ ആദ്യം നടന്ന എപ്പോഴാണ്, രണ്ടാമത് നടന്ന എപ്പോഴാണ്? മാസ്റ്റർ മഹാശയൻ അത് ത്രികുണാനന്ദ സ്വാമികൾ തന്നെ അത് സൂചിപ്പിച്ചു. കൃത്യമായിട്ടാണ് ഇതിൻ്റെ ഓർഡർ അനുസരിച്ചുള്ളത് മാസ്റ്റർ മഹാശയൻ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ത്രികുണാനന്ദ സ്വാമികളുടെ കൂടെ ഇരുന്നിട്ട് ഇത് കൃത്യമായിട്ട്, അതെങ്ങനെ ആ ഓർഡർ എന്ന് പറഞ്ഞാൽ വർഷം തീയതി എന്നുള്ള കണക്കിന് ഒരു വ്യത്യാസവും ഇല്ലാതെ വർഷം തീയതി എന്ന കണക്കിൽ അത് ഓർഡറിൽ വരത്തക്ക രീതിയിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ ത്രികുണാനന്ദ സ്വാമികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് മാസ്റ്റർ മഹാശയൻ കൂടെ ഇരുന്നാണ് അത് രണ്ടാമത് സെറ്റ് ചെയ്യാനുണ്ടായത്. അതാണ് ഇന്ന് കാണുന്ന, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനാമൃതം അല്ലെങ്കിൽ കഥാമൃതം. ഇതിൻ്റെ 1-ാം വോള്യം പ്രസിദ്ധീകരിച്ചത് 1902 1-ാം വോള്യം. രണ്ടാമത്തെ വോള്യം പിന്നെയും 2 വർഷം കഴിഞ്ഞിട്ട് 1904 പിന്നെ 3-ാം ഭാഗം വരുമ്പോൾ പിന്നെയും 4 വർഷം കഴിഞ്ഞു 1908 3-ാം ഭാഗം. പിന്നെയും 2 വർഷം കഴിഞ്ഞ് 1910 4-ാം ഭാഗം വരുന്നത്. പിന്നെ 1932 1910 ശേഷം 10-ന് 4-ാം ഭാഗം വന്ന ശേഷം പിന്നെ ദീർഘമായി 1932 5-ാം ഭാഗം തയ്യാറാക്കിയത്. 5-ാം ഭാഗം തയ്യാറാക്കിയതാണ്. അത് തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ മാസ്റ്റർ മഹാശയൻ നിര്യാതനായി. അത് പ്രസിദ്ധീകരിക്കുന്ന സന്ദർഭം വരെ മാസ്റ്റർ മഹാശയൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് സമ്പൂർണ്ണമായിരുന്നു.
177 ഡയറി കുറിപ്പുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. അദ്ദേഹം ആ മാഷ്ടമഹാശയൻ്റെ നിത്യേനയുള്ള ഡയറി കുറിപ്പുകളിലെ 177 ദിവസത്തെ ഡയറി കുറിപ്പുകളാണ്. 177 ദിവസത്തെ ഡയറി കുറിപ്പുകളാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത്. അത്രയും തന്നെ ഉപയോഗിച്ചപ്പോൾ ഇത് ഇന്ന് കാണുന്ന ഈ വലിയ വൈപുല്യത്തിലേക്ക് മാറി. 177 ദിവസത്തെ ഡയറി കുറിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഒരു മാസത്തിൽ അദ്ദേഹത്തിന് ശനി ഞായർ ഉൾപ്പെടെ ഉള്ളതാണ് കണക്കാക്കുക. അപ്പോൾ ഏതാണ്ട് എത്ര വരും? 8 ദിവസത്തെ ആയിരിക്കും, ശരാശരി 8 ദിവസം ഒരു മാസം. ആ കണക്കിലാണ് ഇത് കണക്കിലെടുക്കുക. പിന്നെ ഇടയ്ക്ക് കാണുന്ന സന്ദർഭങ്ങളോ അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ കാശിപ്പൂറൊക്കെ വരുമ്പോൾ ഡെയിലി വരുന്നതുണ്ട്, ഷാംപുക്കൂറിലെ ഡെയിലി വരുന്നതാണ്. അതിന് മുമ്പുള്ളതെല്ലാം ഈ ആഴ്ചയിൽ ഉള്ള കൂടിക്കാഴ്ചകളുടെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന എല്ലാം കൂടെ ചേരുമ്പോൾ 107 ഈ 4 വർഷത്തെ ആ മൊത്തം ഡയറി കുറിപ്പിൻ്റെ ഇതിൽ നിന്ന് 177 എൻട്രീസാണ് ഈ ഗ്രന്ഥം രചിക്കാനായിട്ട് ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് മാഷ്ടമഹാശയൻ്റെ നിര്യാണത്തിന് ശേഷം ത്രിഗുണാധീനാഥ സ്വാമികളാണ് 8 കുറിപ്പുകൾ കൂടെ ചേർത്തിട്ടാണ് 5ാം ഭാഗം പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. 8 കുറിപ്പുകൾ, 8 ഡയറി കുറിപ്പുകൾ കൂടെ അഡീഷണലായിട്ട് ചേർത്തു. അങ്ങനെയാണ് ഈ വചനാമൃതം അല്ലെങ്കിൽ കഥാമൃതം കംപ്ലീറ്റ് എഡിഷനും അത് പൂർണ്ണമാകുന്നത്. അങ്ങനെയാണ്. എങ്ങനെയാണ് മാഷ്ടമഹാശയൻ തൻ്റെ ഡയറി കുറിപ്പുകൾ എഴുതിയത് എന്ന് നിത്യാനന്ദ സ്വാമി പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട്. അതായത് യഥാർത്ഥത്തിൽ ഈ ഡയറി ഒരിക്കലും തുറന്നു കാണിക്കപ്പെട്ടിരുന്നില്ല. അതാണ് അതിനകത്ത് വലിയൊരു വ്യത്യാസം. മാഷ്ടമഹാശയൻ്റെ ഡയറി അദ്ദേഹം ഇത് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തിരുന്ന കാലത്ത് തന്നെ ഒന്നും ആരും കണ്ടിട്ടില്ല, ആരെയും കാണിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്ന കാലത്തിൽ അദ്ദേഹം ഇത് ആരെയും തുറന്ന് കാണിച്ചിട്ടില്ല. കാര്യം അത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു സമ്പാദ്യമായിരുന്നു, സ്വകാര്യ സമ്പാദ്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ധ്യാനമാണ്, മനസ്സിലുള്ളൊരു ധ്യാനം പോലെ, ഒരു പ്രാർത്ഥന പോലെ. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തം. അതുകൊണ്ട് ആർക്കും ഈ ഡയറി കാണാൻ പറ്റിയിരുന്നില്ല. ഈ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ ഭാഗം മാത്രം. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ നിര്യാണശേഷമാണ് യഥാർത്ഥത്തിൽ ഈ ഡയറി നോക്കിയപ്പോൾ കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇത് എഴുതി ഉണ്ടാക്കിയതെന്ന് ഈ കാണുന്ന ആർക്കും അത് മനസ്സിലായില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയുന്നത് ഈ 1882 ജനുവരി 1 ഒരു കുറിപ്പ് ഈ ഡയറിയിൽ മാഷ്ടമഹാശയൻ പിന്നീട് കുറിച്ചു വെച്ചിരുന്നു. അതാണ് പിന്നീട് അനുബന്ധം ആയിട്ട് പിന്നീട് എഴുതിയ 8 കുറിപ്പുകളിൽ പെട്ടതാണത്. അത് മാഷ്ടമഹാശയൻ ചേർത്തതല്ല. മാഷ്ടമഹാശയൻ അത് ഉൾപ്പെടുത്തിയിരുന്നില്ല. നമ്മുടെ വചനാമൃതം 3ാം വോള്യത്തിൽ അവസാനത്തിൽ അനുബന്ധം എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് 1-2 ഡയറി ഡേറ്റിട്ട് എൻട്രി ചേർത്തിട്ടുണ്ട്. അത് മാഷ്ടമഹാശയൻ കൊടുത്തതല്ല, അത് മാഷ്ടമഹാശയൻ എഴുതി വച്ചിരുന്നതാണ്. പക്ഷേ അത് മാഷ്ടമഹാശയൻ എഴുതി തയ്യാറാക്കി വെച്ചിരുന്നതാണ്. അതാണ് പറഞ്ഞത് 1882 ജനുവരി 1 അതിലെ ഡയറി കുറിപ്പ് മാഷ്ടമഹാശയൻ തയ്യാറാക്കി, അത് വിപുലപ്പെടുത്തി തയ്യാറാക്കി പ്രസിദ്ധീകരണത്തിന് അനുയോജ്യമായ തരത്തിൽ എഴുതി വച്ചിരുന്നു. 1882 ജനുവരി 1. നമുക്കറിയാം വചനാമൃതം ആരംഭിക്കുന്നത് ജനുവരി 26-നാണ്. അപ്പം ജനുവരി 1 മാഷ്ടമഹാശയൻ ഭഗവാനെ കണ്ടിട്ടില്ല. അതാണ് അതിനകത്തെ വ്യത്യാസം. ഈ അനുബന്ധത്തിൽ വന്ന 1882 ജനുവരി 1 കുറിപ്പ് മാഷ്ടമഹാശയൻ ഇത് കുറിച്ച് വെച്ചത് പിന്നീടാണ്. പിന്നീട് അദ്ദേഹം അനുബന്ധമായിട്ട് കുറിച്ച് സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവനെ കാണുന്നതിന് മുമ്പാണെന്നും കൂടെ ഓർക്കണം. ശ്രീരാമകൃഷ്ണദേവനെക്കുറിച്ച് അറിയുകയേ ഇല്ല. പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ് ശ്രീരാമകൃഷ്ണദേവൻ, ഒന്നല്ല ഏതാണ്ട് 2 മാസം കഴിഞ്ഞിട്ടാണ് ശ്രീരാമകൃഷ്ണദേവനെ കാണുന്നത്. അപ്പോൾ അതിനു മുമ്പുണ്ടായിരുന്ന ആ സന്ദർഭത്തെ, അത് മാത്രമാണ് ഭഗവാന്റെ നേരിട്ടല്ലാത്ത ഒരു കാര്യം, അതായത് മാഷ്ടമഹാശയൻ പ്രസൻ്റ് അല്ലാത്ത ഒരു സന്ദർഭത്തിൽ എഴുതപ്പെട്ടെന്ന് പറഞ്ഞ ഈ അനുബന്ധത്തിലെ ഈ കുറിപ്പാണ്. 1882 ജനുവരി 1. അപ്പോൾ ഈ ജനുവരി 1 ആ കുറിപ്പ് എഴുതിയപ്പോൾ അതിനകത്തൊരു ആ കുറിപ്പിനെ വെച്ചിട്ടാണ്, ആ 82 കുറിപ്പിനെ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അതായത് അത് ആ ഡയറിയിൽ ആ കുറിപ്പ് എഴുതി വച്ചിരിക്കുന്നത്. ഡയറി കണ്ടപ്പോഴാണ് മനസ്സിലായത്.
ഈ കുറിപ്പ് വിപുലപ്പെടുത്തിയത് പബ്ലിഷ് ചെയ്യാൻ പാകത്തിന് വിപുലപ്പെടുത്തി വേറെ എഴുതി വെച്ചിരുന്നു. പക്ഷേ ആ പറഞ്ഞ പർട്ടിക്കുലർ ഡേറ്റിൻ്റെ ഡയറി കുറിപ്പ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് 2 വാക്കേ ഉള്ളൂ. അതായത് 1882 ജനുവരി 1 എന്ന് എഴുതിയ തീയതിയുടെ താഴെ 2 വാക്കേ എഴുതിയിട്ടുള്ളൂ. അത് ബംഗാളിൽ എഴുതിയിരിക്കുന്നത് കാമാർശലാർ ലോഹ. കാമാർശലാർ എന്ന് പറഞ്ഞാൽ കൊല്ലൻ്റെ ആലയിലെ ഇരുമ്പ് എന്നുള്ളതാണ്. അപ്പം കാമാർശലാർ ലോഹ എന്ന 2 വാക്ക് മാത്രമാണ് ആ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുള്ളൂ. ആ 2 വാക്കിൽ നിന്നാണ് ഈ അനുബന്ധത്തിൽ നമ്മളിപ്പോൾ കാണുന്ന അത്രയും വിപുലമായ ഒന്ന് നമ്മുടെ ഇതിൽ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ 3-ാം വോള്യത്തിൽ 621 പേജിലാണ്. 621 പേജിൽ 3-ാം വോള്യത്തിലുണ്ട്. 1882 ജനുവരി 1 ഞായറാഴ്ച സിമൂലിയ ബ്രഹ്മസമാജ മഹോത്സവത്തിൽ രാമൻ, കേശവൻ, നരേന്ദ്രൻ തുടങ്ങിയ ഭക്തന്മാരുമൊത്ത്. നോക്കൂ, 2 വാക്കിൽ നിന്നാണ് അത് വിപുലപ്പെടുത്തിയിരിക്കുന്നത്. ആ 2 വാക്ക് വച്ച് ഈ 2 വാക്ക് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ ഉപദേശം പറയുന്നിടത്ത് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ ഒരു ഉദാഹരണമാണ്. കൊല്ലൻ്റെ ഉലയിൽ ഇരുമ്പ് നന്നായിട്ട് പഴുത്ത് ചുവന്നിരിക്കും. പുറത്തെടുത്താൽ പഴയപടി കറുത്ത ഇരുമ്പ്. അതിനാൽ ഇരുമ്പ് ഇടയ്ക്കിടയ്ക്ക് ഉലയിൽ വെക്കണം. ഈ ഒറ്റ വാക്കിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് തൻ്റെ ഡയറിയിൽ ആ കുറിപ്പിൽ കാമാർശലേർ ലോഹ എന്ന 2 വാക്ക്. ആ 2 വാക്കിൽ നിന്ന് പിന്നീട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ നമ്മുടെ മലയാളം ടെക്സ്റ്റിൻ്റെ കണക്കെടുത്താൽ പോലും അത് ഏകദേശം 1, 2, 3, 4, 5 പേജാണ്. മലയാളത്തിൽ പോലും 5 പേജാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, അത് ഒറിജിനൽ ഇതിൽ വരുമ്പോൾ എത്ര വ്യത്യാസപ്പെട്ടായിരിക്കും ഇരിക്കുക. ഈവൻ അതിനകത്തെ കവിത പോലും അന്നത്തെ ദിവസം ബ്രഹ്മസമാജോത്സവത്തിന് പാടിയ കവിത, ആ ഗാനം പോലും അതേപോലെ അതിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട്. ആലോചിച്ച് നോക്കി, ഇത് ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷം ഇത് 1932 അല്ലേ? അതല്ലേ ആ ഡേറ്റ് നേരത്തെ പറഞ്ഞു. ഇത് ലാസ്റ്റ് ഇറക്കിയത് 1932. 1886 ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷം 1932 എത്തിയപ്പോഴാണ് ഇതിൻ്റെ വിപുലപ്പെടുത്തിയ ഭാഗം എഴുതുന്നത് ആകെ 2 വാക്കിൽ നിന്ന്. എങ്ങനെയാണ് ഒരാൾ ഇത്രയും കാര്യങ്ങൾ, അത് വളരെ വിശദമായിട്ട്, അത് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം ഇത്രയും വിശദമായിട്ട് എങ്ങനെയാണിത് എഴുതപ്പെട്ടത് എന്നുള്ളതിന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ വചനാമൃതം, നമ്മുടെ കയ്യിലിരിക്കുന്ന വചനാമൃതത്തിൻ്റെ 1-ാം വോള്യം തുടക്കത്തിലുള്ള ഡയറി കുറിപ്പ് കണ്ടാലും മനസ്സിലാവും. ആ തുടക്കത്തിലുള്ള ഡയറി കുറിപ്പ് മാസ്റ്റർ മഹാശയൻ്റെ ജീവചരിത്രത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനൽ ആ പേജ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പേജ് അതിൻ്റെ ഫോട്ടോ മാസ്റ്റർ മഹാശയൻ എഴുതിയ ഇത് ഞാനത് ഗ്രൂപ്പിൽ ആ പടം ഇടാം. കാണാത്തവർക്ക് അത് കാണാം. ആ പേജിൻ്റെ ഫോട്ടോയുണ്ട്, അതിടാം. അപ്പോൾ അത് മനസ്സിലാവും. ആ പേജിൻ്റെ ഫോട്ടോയുണ്ട്. അപ്പോൾ ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ അതാകെ ഒരു പേജിൽ, ആ ഡയറിയുടെ ഒരു പേജിൽ നടുക്കുന്ന 2ആയിട്ട് പകുത്തിട്ടാണ് മാസ്റ്റർ മഹാശയൻ എഴുതുന്നത്. അതായത് ഒരു പേജിനെ 2ആക്കി നടുക്കൂടെ 2ആയി പകുത്ത പോലെ ആക്കിയിട്ട് ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് ആദ്യം എഴുതി താഴെ വരപ്പോൾ പിന്നെ റൈറ്റ് സൈഡ്, അങ്ങനെ 2 പത്തിയായിട്ടാണ്, 2 ഇതായിട്ടാണ്, കോളമായിട്ടാണ് മാസ്റ്റർ മഹാശയൻ്റെ ഡയറി എഴുത്തിൻ്റെ ശീലം. ഒരു പേജിൽ 2 കോളം, അങ്ങനെ ഒരു കോളം ഫില്ലാകുമ്പോൾ അടുത്ത കോളം പകുതി ആക്കിയിട്ടാണ് എഴുതുക. അപ്പം അങ്ങനെ എഴുതിയെടുത്ത് നമ്മുടെ ഈ 1-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമാണ്. അതുകൊണ്ട് നമുക്കത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഭഗവാൻ ഇത് കുറിച്ചു വച്ചിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഫാൽഗുനം എന്നൊരു വാക്കുണ്ട്. തീയതി എഴുതിയിട്ട്, ബംഗാളിയിൽ തീയതി എഴുതിയിട്ട് ഫാൽഗുനം എന്നൊരു വാക്ക്. എന്നിട്ട് അടുത്ത വാക്ക്, അടുത്തത് ഭക്തന്മാർ ഇരിക്കുന്നു. ഇത്രയേ ഉള്ളൂ, ഭക്തന്മാർ ഇരിക്കുന്നു. ഗായത്രി സന്ധ്യ, തീർന്നു. ഇത്രേ എഴുതിയിട്ടുള്ളൂ. ബാക്കി ഈ 3 വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത് തുടക്കത്തിൽ.
ഈ ഫാൽഗുനം, ബംഗാളിയിലെ ഫാൽഗുനം, ഭക്തന്മാർ ഇരിക്കുന്നു, ഗായത്രി, സന്ധ്യ. ഇത് മൂന്നും പറയുമ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ എന്താണ് കിട്ടുക എന്നുള്ളത് നമുക്കിപ്പോൾ കാണാതെ അറിയാവുന്നതുകൊണ്ട് മനസ്സിലായി. കാര്യം ആ ഭാഗത്ത് ആ 1-ാം അധ്യായത്തിൽ കാണുന്ന 3 വാക്കാണിത്. ഡേറ്റ് ഉണ്ട്, ഭക്തന്മാർ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഗായത്രി, സന്ധ്യ. ഗായത്രി സന്ധ്യയിൽ ലയിക്കുന്നു, സന്ധ്യ ഓംകാരത്തിൽ ലയിക്കുന്നു എന്നൊക്കെ പറയുന്ന ആ ഭാഗം. അതിനെ മുഴുവൻ പിന്നീട് ഭഗവാന്റെ ഈ ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വിപുലപ്പെടുന്നത്. ആകെ 3 വാക്കാണ് എഴുതിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതിനകത്ത് വേറൊരു ഇത് കാണുന്നത്, അതേപോലെ ആ പേജ് നമ്മുടെ മാസ്റ്റർ മഹാശയൻ്റെ ഡയറി കുറിപ്പിൽ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഫാൽഗുനം 1093 എന്നാണ്. അപ്പോൾ അത് ബംഗാളി വർഷമാണ് അതിലെഴുതിയിരിക്കുന്നത്. 1-ാം തീയതി ഫാൽഗുനം 1-ാം തീയതി 1093, സൺഡേ 1882. സൺഡേ 1882. എന്നിട്ട് ആദ്യ ദർശനം, ഒരു വാക്ക്, ആദ്യ ദർശനം ഘർ സന്ധ്യ സിന്ധു. അതാണ് രസകരമായ മറ്റൊരു കുറിപ്പ് അതിനകത്ത്. ഘർ സന്ധ്യ സിന്ധു. ഘർ വീട്, സന്ധ്യ സിന്ധു. നമുക്ക് മനസ്സിലായി എന്താ സംഭവം എന്ന്. അത് വൈകിട്ട് സിന്ധുവുമായി വെച്ച് അവരിറങ്ങിപ്പോയ എല്ലാ കാര്യങ്ങളും ഈ 3 വാക്കിലുണ്ട്. ഘർ സന്ധ്യ സിന്ധു. പിന്നെയാണ് ഈ ഭക്തന്മാർ, ഗായത്രി, സന്ധ്യ എന്ന് വരുന്ന പിന്നെയാണ് ഇത് വരുന്നത്. പിന്നെ അടുത്ത വാക്ക് എഴുതിയിരിക്കുന്നത് ചുറ്റും നടന്നു. ഇത്രയേ ഉള്ളൂ, ചുറ്റും നടന്നു. അടുത്ത വാക്ക് ബൃന്ദേ. എന്നിട്ട് മാസ്റ്റർ മഹാശയൻ അന്വേഷണങ്ങൾ എന്നൊരു വാക്ക് എഴുതിയിട്ടുള്ളൂ. ബൃന്ദേ എന്ന് എഴുതിയിട്ട് അന്വേഷണങ്ങൾ. എന്താണ് അന്വേഷണങ്ങൾ എന്ന് പറയുന്നിടത്താണ് ബൃന്ദയുമായിട്ടുള്ള സംഭാഷണം മുഴുവനും വരേണ്ടത്. അപ്പം അത് ആകെ ബൃന്ദേന്നും അന്വേഷണങ്ങളിൽ നിന്നും മാത്രമേ ഉള്ളൂ. അതിനടുത്തത് വീണ്ടും വരും. തീർന്നു. അത് മനസ്സിലായി. ഭഗവാൻ പറഞ്ഞ വാക്കാണ്. ഇത് നമുക്ക് കാണാപ്പാഠമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ 1-ാം ആദ്യ ദർശനം എന്ന് പറയുന്ന ഭാഗം, ഭാഗത്ത് മാസ്റ്റർ മഹാശയൻ എഴുതിയിരിക്കുന്നത് ഘർ സന്ധ്യ സിദ്ധു, ഭക്തന്മാർ, ഗായത്രി, സന്ധ്യ, ചുറ്റും നടന്നു, ബൃന്ദേ, അന്വേഷണങ്ങൾ, വീണ്ടും വരും. തീർന്നു. ഇതാണ് ഡയറി കുറിപ്പിൻ്റെ രീതി, ഇതാണ് ശൈലി. അപ്പോൾ അത് വളരെ രസകരമാണ് ആ ശൈലി. അപ്പോൾ ഇത് കാരണം ഇത് വളരെ ഡയറി കുറിപ്പ് മുഴുവൻ അങ്ങനെ. അപ്പോൾ എനിക്കതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ബംഗാളി അക്ഷരം പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമുക്കിത്. പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉണ്ട്, അതിൽ കാണിച്ചാൽ നമുക്കത് ബംഗാളി അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കും നമ്മളെ. അപ്പോൾ അത് അങ്ങനെയാണ് ഇത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അത് ഈ നേരത്തെ ഈ പറഞ്ഞത് കൊണ്ടാണ്. ഈ കൊല്ലൻ്റെ ആലയിലെ ഇരുമ്പെന്നുള്ള 2 വാക്കുകൊണ്ട് 6-7 പേജ് എഴുതി എന്ന് പറഞ്ഞപ്പോഴാണ്, ഇതിൻ്റെ കൗതുകം കൊണ്ടാണ് ഈ 1-ാം പേജ് എടുത്ത്, ഡയറിയിലെ 1-ാം പേജ് എടുത്തൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതെങ്ങനെ ഇരിക്കും നോക്കിയപ്പോഴാണ് ഈ ഇത്രയും വാക്കുകളാണ് പ്രഥമ ദർശനം എന്ന് പറയും. 2-ാം ദർശനം അങ്ങനെ തന്നെയാണ്, ഈ രൂപത്തിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3-4 വാക്കുകളാണ്, അല്ലെങ്കിൽ പരമാവധി 4-5 വാക്കുകൾ മാത്രമാണ് മാസ്റ്റർ മഹാശയൻ ഒരു ദർശനത്തെക്കുറിച്ച് എഴുതുന്നുള്ളൂ. ഒരു അറ്റൻഡൻസിൽ എഴുതുന്ന ഇത്രയേ ഉള്ളൂ, ഈ 4-5 വാക്കാണ്. അങ്ങനെയാണ് ഈ ഇത്രയും വിപുലമായ ഡയറി പൂർണ്ണമായും തയ്യാറാക്കി വച്ചിരിക്കുന്നത്. അതാണ് പിന്നീട് നമുക്ക് വേണ്ടി എഴുതപ്പെട്ടത്. മാസ്റ്റർ മഹാശയൻ്റെ ആ ഡയറി എഴുത്തിൻ്റെ ആ പ്രത്യേകതകളുടെ ആ സുഖം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് നമുക്ക് നിർത്താം. സ്ഥാപകായ ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഡയറി കുറിപ്പ് ഞാൻ ഗ്രൂപ്പിലിടാം, ആ ഫോട്ടോ ഇടാം. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് എന്നുള്ളത്. രസമാണ് കാണുന്നത് തന്നെ വലിയൊരു ഭാഗ്യം. അതെ അതെ അതെ, ഒരു വാക്കിൽ നിന്ന് ഇത്രയും എത്തിക്കാനായിട്ട്. അതാണ് മനനം. നമ്മളത് ആ വചനാമൃത ഇതിൽ അങ്ങനെ ഒരു ശീലം എടുക്കാൻ വേണ്ടിയാണ് മനനം എന്നുള്ളൊരു ഘട്ടം വെച്ചത്. കാര്യം നമുക്കിത് എത്രമാത്രം വിപുലപ്പെടുത്താൻ പറ്റും, ഈ ചിന്തയെ വായിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഇത് പറയാൻ പറ്റും, നമ്മുടെ ഉള്ളിലേക്ക് ഇത് എത്രത്തോളം കയറും, എത്രത്തോളം നമുക്കിത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു
ഉണ്ട് 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 ഉണ്ട്. നമുക്ക് അതിനകത്ത് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നമുക്കത് എങ്ങനെ വേണം ഇൻ്റർപ്രറ്റ് ചെയ്യാം. അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. കാര്യം അത് തെറ്റാതിരിക്കാൻ ഉള്ള പ്രിക്കോഷൻസ് ഭഗവാൻ തന്നെ എടുത്തിട്ടുണ്ട് ആദ്യം ആ കൃതിയിൽ. അതുകൊണ്ട് നമുക്ക് ആ റെയിൽ തെറ്റില്ല. പക്ഷെ നമുക്ക് എത്ര സ്പീഡിൽ വേണേൽ ഓടിക്കാം, എവിടെ വേണേലും ഓടിക്കാം. ആ റെയിലിൽ നിന്ന് നമ്മൾ ഡീറെയിലാകില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഭജനാമൃതം വായിക്കുമ്പോൾ ഒരു ഗുണം അതാണ്. നമ്മൾക്കൊരിക്കലും ഡീറെയിലിംഗ് സംഭവിക്കില്ല. അതാണ് അതിനകത്ത് ഭാഗ്യം. അത് ഓരോ തവണ ഓരോന്നാവും വായിക്കുമ്പോൾ മനസ്സിൽ കയറി വരുന്നത്. ഇത് ആവർത്തിച്ച് നോക്കുമ്പോൾ ഒരേ പേജ് 10 ദിവസം വായിച്ചാൽ 10 രൂപത്തിലാണ് നമ്മുടെ മനസ്സിൽ അത് കയറുന്നത്. അതാ വലിയൊരു വലിയ അത്ഭുതമായിരിക്കും. അതുകൊണ്ട് അത് വലിയൊരു രസകരമായി മാറും. വിമോക്ഷാൻ സ്വാമിയുടെ ഇൻ്റർപ്രിട്ടേഷൻ കണ്ടപ്പോൾ എനിക്കത് തോന്നി. അതിപ്പോൾ അത് മുഴുവൻ കിട്ടിയിട്ടുണ്ട് കുറേശ്ശെ. വിമോക്ഷാൻ സ്വാമി നമ്മുടെ സമഗ്രാൻ സ്വാമിയുടെ ഒപ്പം താമസിച്ചിരുന്ന ആളാണ്. അത് പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് വിമോക്ഷാൻ സ്വാമിയെ കാണാനായിട്ട് അവിടെ തമിഴ്നാട്ടിൽ ജോലാർപേട്ടയ്ക്ക് അടുത്താണ്, ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഇത് ഇത്രയും മനനം ചെയ്ത് നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. തമിഴ്നാട്ടിൽ തന്നെ എവിടെ റാഞ്ചിയിലോ മറ്റോ ആയിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു ആ ഒരു പൂ പറിക്കാനായിട്ട് ഒരു സ്ത്രീ വരുന്നതും ഉടമസ്ഥര് വഴക്ക് പറയുമ്പോൾ അനുഭവം പറയുന്നില്ലേ. എന്നിട്ട് തന്നെ പിന്നെ പറിച്ച് ഭഗവാൻ കൊണ്ട് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ സ്വാമിജിയാണത് പറഞ്ഞത്. സ്വാമിജിനെ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു.